CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടി. പാലക്കാട്, തച്ചൻപാറ, തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ പഞ്ചായത്തുകളിൽ UDF ഭരണം പിടിച്ചെടുത്തു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 3-ാം വാർഡ് പൂശപ്പള്ളിയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി UDF സ്ഥാനാർത്ഥി സെബി മണ്ടുമ്പാലിന് 25 വോട്ടിന്റെ ഭൂരിപക്ഷം. ചാലിശ്ശേരി പഞ്ചായത്തിൽ UDF ഭരണം നിലനിർത്തി. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കെ സുജിത 104 വോട്ടുകൾക്ക് വിജയിച്ചു. നിർണായക വിജയം നേടിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്തിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ആലങ്കോട് പഞ്ചായത്തിലെ 18-ാം വാർഡ് പെരുമുക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉജ്ജ്വല വിജയം. 410 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ UDFൽ നിന്നും വാർഡ് തിരിച്ചുപിടിച്ചത്. ഏകാദശി പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 10,000 എത്തി. ഭക്തിയുടെ പര്യായമായ ചുറ്റുവിളക്കിന്റെ ദീപപ്രഭയിൽ 1 മാസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് ഏകാദശിയോടെ സമാപനമാകും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രസാദഊട്ടിനാവശ്യമായ 12 ലക്ഷം രൂപയുടെ സ്റ്റീൽ പാത്രങ്ങൾ വഴിപാടായി ലഭിച്ചു. സിംഗപ്പൂരിലെ വ്യവസായി രാജേഷ് M. ഉണ്ണി 10 ലക്ഷം രൂപയുടെ സ്റ്റീൽ പാത്രങ്ങളും, പ്രകാശൻ പൊള്ളാച്ചി, പ്രദീപ് ചെന്നൈ, ശാന്തിനഗർ, ശാന്തി ശങ്കർ ഷൊർണൂർ എന്നിവർ 2 ലക്ഷം രൂപയുടെ സ്റ്റീൽ പാത്രങ്ങളുമാണ് വഴിപാടായി സമർപ്പിച്ചത്. മൈസൂരിലുണ്ടായ വാഹനാപകടത്തിൽ തിരുവത്ര അത്താണി സ്വദേശിയായ വിദ്യാർത്ഥി മരിച്ചു. MBBS വിദ്യാർത്ഥി തിരുവത്ര പാലപ്പെട്ടി യൂസഫ് മകൻ 22 വയസ്സുള്ള അബിൻ യൂസഫാണ് മരിച്ചത്. തൃശൂർ കൊട്ടേക്കാട് സ്കൂട്ടറിനു തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി 24 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ ചൂണ്ടൽ ഗുരുവായൂർ റോഡിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പെരുകുമ്പോഴും പെരുമ്പിലാവ്, അക്കിക്കാവ് ജംഗ്ഷനുകളിലെ സിഗ്നലുകൾ നോക്കുകുത്തിയായി തുടരുന്നു. 2 വർഷം മുൻപ് കണ്ണടച്ചതാണ് ഇരു ജംഗ്ഷനുകളിലെയും സിഗ്നൽ ലൈറ്റുകൾ. പൊന്നയൂർ ഒറ്റേനി ആക്കിപ്പറമ്പ് റോഡരികിലെ തോട്ടിൽ മാലിന്യം തള്ളിയവർക്കെതിരെ പൊന്നയൂർ പഞ്ചായത്ത് പിഴ ഈടാക്കി. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻസ് ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്കെതിരെയാണ് 20,000 രൂപ പിഴ ചുമത്തിയത്. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മിനി മാസ്റ്റർ ലൈറ്റുകളുടെ പഞ്ചായത്തുതല ഉദ്ഘാടനം നടന്നു. CPM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഡിസംബർ 20 മുതൽ 23 വരെയുള്ള തീയതികളിൽ പാവർട്ടിയിൽ ചേരുന്ന മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ പതാക ദിനം ആചരിച്ചു. വേലൂർ പഞ്ചായത്ത് 12-ാം വാർഡിൽ ലൈഫ് പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയ മെമ്പർ CD സൈമനെ ചേർന്തല ഗ്രീൻവില്ല റെസിഡൻസ് അസോസിയേഷൻ ആദരിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.